അതൊക്കെ രേണുവിന്റെ ഡാൻസ്. ഒരു ഡിബേറ്റ് അടിച്ചാലോന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കണം. അതെ അതെ, ഡിബേറ്റ് അടിക്കുന്നത് നല്ലതായിരിക്കും. ഒന്നാമതേ രേണു രേണു എന്ന് പറഞ്ഞ് നിങ്ങളാണ് റീച്ച് കൊടുത്തത് ഇത്രയും. ഇനി നിങ്ങൾ ഡുവറ്റും കൂടെ അടിച്ചു കൊടു. അമ്മാതിരി ഡാൻസ് ആണ്. രേണുവിന്റെ അമ്മ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ പാരമ്പര്യമായിട്ട് ഡാൻസേഴ്സ് ആണ്, ആ ഡാൻസ് ആണ് നിങ്ങൾ ഈ കാണുന്ന ഡാൻസ്, ഇമ്മാതിരി ഡാൻസ്. പക്ഷെ നമ്മുടെ ദളപതിയുടെ പാട്ടെടുത്ത് വെച്ചിട്ട് ഡാൻസ് കൊണക്കണ്ടായിരുന്നുള്ള കാര്യം പറയാല്ല. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നും രേണു സുധി ഇത് വിട്ടുപിടിക്കാൻ ഒരു ചാൻസും ഇല്ല തോന്നുന്നു. അതിൽ മിക്ക ദിവസം ഇത് തന്നെ കണ്ടന്റ്. സോ അതിൽ തന്നെയാണ് തോന്നുന്നു പ്രൊമോഷൻ ഫ്രീ ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് രേണു സുധിക്ക്. എന്തായാലും വീഡിയോയുടെ തമ്പനയിൽ നോക്കുകയാണെങ്കിൽ ബാർലെ വീഡിയോ പുറത്തായി. ബാർലെ വീഡിയോ ഇതാണോ ബാർലെ വീഡിയോ? സുധിയുടെ ട്രോഫി ചാക്കിൽ കെട്ടി എറിഞ്ഞു. ഷോയിൽ സുധിയെ അപമാനിച്ചു. രേണുവിനെ വീട്ടിൽ നിന്നും പുറത്താക്കി. ഏത് ഷോ ആണ്? പട്ടി ഷോ ആണോ? സോ കൊള്ളാം, തമ്പനയിൽ കൊള്ളാം. അടുത്ത് ടൈറ്റിൽ, ദുബായിൽ പോകും വഴി മുട്ടൻ പണി കിട്ടി രേണുവിന്. നല്ല പണി. ദുബായിലെ വീഡിയോ പുറത്തായി. ഇതായിരിക്കും. കൊള്ളാം, അടിപൊളി. നമുക്ക് എന്തായാലും ദുബായിലെ വീഡിയോയും ചാക്കി കെട്ടി എറിയുന്നതും സ്വർണ്ണ കപ്പും എല്ലാം നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, വീഡിയോയിലോട്ട് പോവാം. വേണ്ടത്തുണ്ട് സത്യം. എന്തോന്നടേ ഇത് രേണു, നീ ഒരു ഇത് തന്നെ ബാർ ഡാൻസിന് പോകുന്നതിന് മുന്നേ വീട്ടിൽ ഇരുന്ന് പ്രാക്ടീസ് ആയിരിക്കും. രേണുവിന്റെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ പാരമ്പര്യമായിട്ട് ഡാൻസേഴ്സ് ആണ്, സഹോദരിക്ക് മാത്രമാണ് ഒരു കഴിവിൽ കുറച്ച് കുറവുള്ള, ബാക്കി എല്ലാവർക്കും കഴിവുണ്ട്. തങ്കച്ചൻ ചേട്ടന് എല്ലാവരും ഞങ്ങൾ കഴിവോളികളാണ്. ഏത് അത് മെമ്പർഷിപ്പിൽ മാത്രം ഇടാതെ ഇപ്പുറത്തും കൂടിയിട്ട് 10. ഓ, ഇതപ്പോ മെമ്പർഷിപ്പിലുള്ളയാണോ? ആരാധകര് കാണട്ടെ എന്നേ, പൈസ ഇല്ലാത്ത ആരാധകര് കാണുമല്ലോ. പേഴ്സണിലെങ്കിലും പോയി അയച്ചു വിട്. മെമ്പർഷിപ്പിൽ എന്നടാ പണ്ണി പണ്ണി വയ്ക്കറ. ഇതെന്താ ഡാൻസ് ആണ്? ഒല്ലി ഒല്ലി ഇടിപ്പേ, ഒല്ലി ഒല്ലി ഇടിപ്പേ. സിക്കി മുക്കണ്ട. നീ കൂടുതൽ മുക്കി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതുകൊണ്ട് നീ മുക്കാൻ നിൽക്കണ്ട കേട്ടോ. നീ മുക്കുന്നത് ഭയങ്കര വിഷയമാണ്. കൂടുതൽ മുക്കരുത്. ഇങ്ങനെ തന്നെ നിന്നാ ഒല്ലി ഒല്ലിയായിട്ട് നിന്നാ മതി, ഇടുപ്പായിട്ട്. അപ്പൊ പുതിയ സബ്സ്ക്രിപ്ഷൻ വന്നിട്ട് 966 പേരായി. 1,80,000 എങ്ങാണ്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അടിച്ച് പറക്കുവാണ്. ഇനി എവിടെക്കൊണ്ട് വയ്ക്കും. മാസം സബ്സ്ക്രിപ്ഷനിൽ നിന്ന് മാത്രം തന്നെ 2 ലക്ഷം രൂപ കഴിയാറായിട്ടുണ്ട്. ഇനിയിപ്പോ കഴിയും 2 3 അങ്ങനെ പറന്നു പോകും. പിന്നെ ആൽബം, പ്രമോഷൻ, ബാർ ഡാൻസ്, അത് ഇത് കോടീശ്ശേരി തന്നെ റണാസുന. എന്തായാലും സുധി മരിച്ചതുകൊണ്ട് നിനക്ക് ഉപയോഗം ഉണ്ടായി അല്ലേ എടി? ഇപ്പൊ ഹാപ്പി അല്ലേ? അടിപൊളി അല്ലെ? 966 × 180 1,73,880. ഇതിന്ന് ഒരു 10-25 പോവായിരിക്കും GST. എന്നാലും 150. കൊള്ളാം, സൂപ്പർ. എങ്കിലും പണ്ടൊരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴാണ് കറക്റ്റ് ആയിട്ട് യോജിപ്പായിട്ടുള്ളത്. വേറെ ഒന്നുമല്ല, അവ അങ്ങനെ ചത്തത് നന്നായി, അല്ലെങ്കിൽ നമുക്ക് മൊത്തം നഷ്ടമായി പോയേനെ എന്നുള്ള രീതിയിൽ. എന്തായാലും കൊള്ളാം. ഇനിയിപ്പോ ഇൻഷുറൻസ് തുക വരും. പിന്നെ ആരാ പക്ഷെ എല്ലാം സുനിയേട്ടന് വേണ്ടിയിട്ടാണെന്നുള്ളൊരു കാര്യം മറക്കണ്ട. ഇനി നമ്മുടെ രണാസുന പറയുന്ന കുറച്ച് വാക്കുകളുണ്ട്, എനിക്ക് അതില് ഒരു യോജിപ്പില്ല. അതുകൊണ്ടാണ് ഞാൻ പറയാനായിട്ട് അത് വന്നത് കേട്ടോ, എടുത്ത് വെച്ചത്. പൈസ ഉണ്ടാക്കുന്നത് തെറ്റായ രീതിയിൽ തെറ്റാണോ? നിന്റെ അഡ്രസ്സിൽ തെറ്റല്ല, നമ്മുടെ അഡ്രസ്സിൽ തെറ്റാണ്. പണം എന്ന് പറയുന്ന സാധനം നേർവഴിയിൽ ഉണ്ടാക്കണം, അല്ലാതെ അപരാധം കാണിച്ചുമല്ല പണം ഉണ്ടാക്കേണ്ടത്. അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ താൽക്കാലികം മാത്രമാണെന്നേ ഞാൻ പറയത്തുള്ളൂ. ഒരു പോയിന്റ് കഴിയുമ്പോൾ ചിലപ്പോൾ കയ്യിൽ ഒരുപാട് പൈസ എന്ന് പറയുന്ന സാധനം കാണും, ഒരുപാട് സ്വത്തുക്കൾ കാണും, ഒരുപാട്. അതെ. എന്നിട്ട് നമ്മൾ മാനം വിറ്റും പണം സമ്പാദിക്കുക, പണം നമ്മുടെ മാനം നികത്തും എന്നൊക്കെ പറഞ്ഞ് കമന്റ് കണ്ടു. സോ കറക്റ്റ്, മാനം വിറ്റും പണം നേടുക, ആ പണം നാണക്കേട് മറയ്ക്കും എന്ന ലൈനാണ് രേണു എടുത്ത് മുമ്പോട്ട് വെക്കുന്നത്. ഒരുപാട് കാര്യങ്ങളെല്ലാം നടക്കും, പക്ഷെ ബന്ധങ്ങൾ, സ്വന്തം മകനടങ്ങുന്ന ബന്ധങ്ങൾ എന്ന് പറയുന്ന സാധനം കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അന്ന് രേണു എന്ന് പറയുന്ന വ്യക്തി മനസ്സിലാക്കും
പണം മാത്രമല്ല ജീവിതത്തിൽ വലുതെന്ന്. എടാ ഇപ്പോ നമ്മുടെ കുടുംബക്കാരോ ഇവരൊക്കെ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നുമില്ല, കയ്യിൽ 10 പൈസ വേണം, ഇല്ലെന്നൊന്നും പറയില്ല. ഇപ്പൊ കുടുംബക്കാരുടെ ഇടയിലൊക്കെ 10 പൈസ ഉണ്ടെങ്കിൽ നിലയും വിലയുള്ളത്. പക്ഷെ സ്വന്തം മകനടക്കം അല്ലെങ്കിൽ സ്വന്തം മക്കളടക്കം വെറുക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഇതുപോലൊരു അമ്മ എനിക്ക് വേണ്ട എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെയാണ് രേണുവിന്റെ ഏറ്റവും വലിയ തോൽവി എന്ന് പറയുന്നത്. അതെ, അന്ന് എത്രയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടും വലിയ കാര്യമില്ല. അത് അധികം ഒന്നും താമസിക്കണ്ട, ആ കൊച്ചൊന്ന് വളർന്നാൽ മതി. പിന്നെ കിച്ചു നിന്നെ എഴുതള്ളിയ കേസാണ്. നീയും കിച്ചുമായിട്ടുള്ള അടിയും വഴക്കൊക്കെ നമുക്ക് നല്ലോണം നേരത്തെ അറിയാം. അതുകൊണ്ട് കിച്ചു വിട്. പക്ഷെ മറ്റേ കൊച്ചു പയ്യല്ലേ, അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ, അല്ല കുറച്ച് ദിവസമല്ല കുറച്ച് വർഷം കഴിയുമ്പോൾ രേണു മനസ്സിലാക്കും. അപ്പോഴേ കൈവിട്ട് പോയിരിക്കും കാര്യങ്ങളെല്ലാം. നമ്മൾ പൈസ ആണ്, നമുക്ക് അറിയാവുന്ന രീതിയിൽ നമ്മൾ പൈസ ആണ്. പൈസ ഇല്ലെങ്കിൽ നമുക്ക്, പൈസ ഉണ്ടെങ്കിലേ ഉള്ളൂ ആൾക്കാരും എല്ലാവരും. പൈസ ഇല്ലെങ്കിൽ ഞാനൊക്കെ അനുഭവിച്ചാണ് കുറെ. അത് ശരിയാണ്, ഈ പറഞ്ഞ 100% ശരിയാണ്. നീ മാത്രമല്ല, ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും പൈസ ഇല്ലാത്തതിന്റെ ഷോർട്ടേജും കാര്യങ്ങളൊക്കെ അനുഭവിച്ചിട്ടുള്ളത് തന്നെയാണ്. പിന്നെ കോടീശ്വരി മാത്രം അവർക്ക് പ്രശ്നമില്ല, അവരുടെ മക്കളൊക്കെ അത്രയും സെറ്റപ്പിൽ ജീവിക്കും. അല്ലാതെ നമ്മളെ പോലെ എല്ലാവരും പൈസ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലാത്തതിന്റെ സിറ്റുവേഷൻ അനുഭവിച്ചിട്ടുണ്ട്. ഞാനൊരു സമയത്ത് പെട്രോൾ പമ്പിൽ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് മിനിമം അവിടെ പെട്രോൾ അടിക്കണമെങ്കിൽ 50 രൂപയ്ക്ക് അടിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. കുറച്ച് ഐ തിങ്ക് ഒരു 6 വർഷം ബാക്കാണ്. 40 രൂപയ്ക്ക് അടിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. മിനിമം 40 രൂപയ്ക്ക് അടിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. എന്റെ കയ്യിൽ 35 രൂപയുണ്ട്, അടിച്ചു തന്നില്ല. 5 രൂപ വീട്ടിൽ പോയിട്ട് എടുത്തോണ്ട് തരാന്ന് പറഞ്ഞു, അടിച്ചു തന്നില്ല. വീട്ടിൽ പോയി എടുത്തോണ്ട് വരാനോ. ഇങ്ങനെയാണ് നമ്മൾ അങ്ങോട്ട് കൊടുക്കാനുണ്ടെങ്കിൽ അവരങ്ങനെയൊക്കെ പറയും. ചില്ലറയില്ലാതെ ഒരു പമ്പ് ചെയ്ത് എന്റെ അടുത്ത് പറഞ്ഞു 5 രൂപ ഇവിടെ ചില്ലറയില്ല എന്ന് പറഞ്ഞിട്ട് ഓക്കെ എന്ന് പറഞ്ഞ് അങ്ങനെ ആൾക്കാർ. ഇതാണ്, ഞാൻ പോയ വഴിക്ക് ഞാൻ പൈസ എടുക്കാതെ പോയി. അപ്പൊ വണ്ടിയിൽ നിന്ന് സ്കൂട്ടിയിൽ നിന്ന് അരിച്ചു പറക്കിയ സമയത്ത് 35 രൂപ കിട്ടി. പെട്രോൾ തീരാറായി. അങ്ങനെ അറ്റം പറ്റിയപ്പോ ഞാനൊന്ന് പമ്പിൽ കയറ്റിയിട്ട് 35 രൂപയ്ക്ക് അടിക്കാൻ പറഞ്ഞു, അടിച്ചു തന്നില്ല. അന്ന് ഞാൻ സത്യം പറഞ്ഞ പൈസയുടെ വാല്യൂ ഒരുപാട് മനസ്സിലാക്കി. അന്ന് ഞാൻ ആ പമ്പിലേക്ക് ആളുടെ അടുത്ത് പറഞ്ഞിട്ട് അപ്പോഴങ്ങനെ ഒന്ന് മാനേജറിന്റെ അടുത്ത് കയറി സംസാരം അങ്ങനെ ഇങ്ങനെയൊക്കെ അകത്ത് സംസാരിച്ചിട്ടും അടിച്ചു തന്നില്ല. ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾ 40 രൂപയ്ക്ക് അടിച്ചു തരി, 50 രൂപയ്ക്ക് അടിച്ചു തരി, ഞാൻ വേണമെങ്കിൽ കൂടുതൽ പൈസ ഇട്ട് കൊണ്ട് തരാമെന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചില്ല. അന്ന് ഞാൻ സത്യം പറഞ്ഞാൽ മനസ്സിലാക്കി പൈസയുടെ വാല്യൂ. ചില സ്ഥലങ്ങളിൽ ഞാനിപ്പോൾ 1 രൂപ 2 രൂപ കണ്ട് ബാലൻസ് ഇങ്ങോട്ട് കിട്ടാനുണ്ടെങ്കിൽ ഞാൻ വാങ്ങാതെ പോകുമായിരുന്നു, കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഈ വലിയ വലിയ കടകളിലൊന്നൊക്കെ ഞാൻ വാങ്ങാതെ പോകുമായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെയല്ല, അത് ഞാൻ വാങ്ങും. പിന്നെ പാവപ്പെട്ടവർക്ക് മാത്രം, അതായത് എന്തെങ്കിലുമൊക്കെ തട്ട് പോലെ സെറ്റപ്പ് ഒക്കെ വെച്ചിരിക്കുന്നവർക്ക് മാത്രമാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ചേഞ്ച് വാങ്ങാതെ ഞാൻ പോകും. അല്ലാതെ അത്യാവശ്യം വലിയ കടകളിൽ കയറി കഴിഞ്ഞാൽ ഞാൻ 1 രൂപയായാലും വാങ്ങിയിട്ടേ പോകത്തുള്ളൂ. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പെട്രോൾ പമ്പിൽ എൻ്റെ അനുഭവം തന്നെയാണ്. ആ അനുഭവം എന്നെ ഒരുപാട് അലട്ടിയിട്ടുണ്ടായിരുന്നു. സത്യം അനുഭവം ഒരുപാട് കാലം, വേറെ ഒന്നും കൊണ്ടല്ല. അന്ന് ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്. ഒരു 6 വർഷം ബാക്കാണ് കേട്ടോ. പൈസയുടെ വാല്യൂ. കാരണം 5 രൂപ കുറഞ്ഞതിന് അവൻ പെട്രോൾ അടിച്ച് തന്നില്ല. അതാണ് അവസ്ഥ. 35 രൂപയ്ക്ക് അടിക്കാൻ പറ്റൂലെന്നും പറഞ്ഞു. ആ അവസ്ഥ അതെന്നെ ഒരുപാട് ചിന്തിപ്പിച്ചു. അതുകൊണ്ട് തന്നെ വലിയ കടകളിൽ കയറി കഴിഞ്ഞാൽ 1 രൂപ ബാലൻസ് കിട്ടാണ്ടെങ്കിൽ ഞാൻ വാങ്ങിയിട്ടേ പോകത്തുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ ഗൂഗിൾ പേ അങ്ങോട്ട് അടിച്ചിട്ട് കയ്യിൽ ബാക്കി ചേഞ്ച് വാങ്ങും. ഇത് തന്നെ ഞാൻ ചെയ്യും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അവന്മാർ സൂചിക്കണ്ട. കാരണം നമുക്കൊരാവശ്യം വന്നപ്പോൾ 5 രൂപ കുറച്ചൊന്നും തരണ്ട, വീട്ടിൽ പോയിട്ട് എടുത്തോണ്ട് തരാന്ന് പറഞ്ഞ് തന്നില്ല. ഇനി അത് വിശ്വാസം ഇല്ലെങ്കിൽ ഓക്കെ 5 രൂപ കുറച്ചടിച്ചാ അതും തന്നില്ല. അന്ന് ഞാൻ 5 രൂപയുടെ വില മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഇപ്പൊ നല്ലോണം അറിയാം. അതാണ് പൈസ എന്ന് പറയുന്ന ഒരു ഫാക്ടർ നമുക്ക് ഏറ്റവും വലുതായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതില്ലെങ്കിൽ അതില്ലാത്തതിന്റെ വിഷമം നമുക്ക് അപ്പോഴും. സത്യം, നമുക്ക് പൈസ വേണം, പക്ഷെ ഒരു കണക്കിൽ കൂടുതലായി കഴിഞ്ഞാൽ മുമ്പത്തേ ഉള്ളൂ. അവിടെയൊന്ന് പൈസ വെച്ച് നമുക്ക് എല്ലാം നേടാൻ പറ്റും എന്ന് വിചാരിക്കേണ്ട, അത് വെറും വാക്ക് മാത്രമാണ്. പൈസയൊക്കെ മറ്റേ നിരത്തി വെച്ചിട്ട് ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കേണ്ടി വരും. മനസ്സിലാവത്തുള്ളൂ. സുധിച്ചേട്ടനുള്ള സമയത്ത് മറ്റേ ലോക്ക്ഡൌൺ ടൈമിൽ ഞാൻ അനുഭവിച്ചതാണ്. ചേട്ടനും ഞാനും ഒക്കെ ഞങ്ങളെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഒരു കടം ഈ വിഷയം വന്നിട്ട് ശ്രദ്ധിച്ച ആ ഒറ്റപ്പെടലിന് ഇത്രത്തോളം ആയില്ലേ. അമേസിങ്, നല്ലതാണ്. പൈസയൊക്കെ ഉണ്ടാക്കണം, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ രണാസുന നീ ഉണ്ടാക്കുന്ന വഴി, നിനക്ക് മാന്യമായിട്ടുള്ള ആൽബം ചെയ്യാം, മാന്യമായിട്ടുള്ള ഷോർട്ട് ഫിലിം ചെയ്യാം, മാന്യമായിട്ടുള്ള വീഡിയോസ് ചെയ്യാം. പകരം നീ അപരാധിക്കുന്നു, അപരാധങ്ങൾ കാണിക്കുന്നു, അപരാധ പീക്ക് ലെവൽ സബ്സ്ക്രിപ്ഷൻ എന്തിനൊക്കെയോ വേണ്ടി ഉപയോഗിക്കുന്നു സാധനങ്ങൾ നീ കൊട്ടി ആഘോഷിച്ച് ഉണ്ടാക്കി വിടുന്നു. ലൈം ലൈറ്റിൽ ചർച്ചയ്ക്ക് വേണ്ടി നിൽക്കാനും നെഗറ്റീവ് ആണെങ്കിലും കുഴപ്പമില്ല 10 ആളുകൾ റീച്ചായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന പേക്കൂത്തുകൾ ഇത് അംഗീകരിക്കാൻ പറ്റത്തില്ല. ഇത് അംഗീകരിക്കാനേ പറ്റത്തില്ല, അംഗീകരിക്കത്തുമില്ല ഒരു കാലത്ത്. അതില് ഈ കുശുമ്പ് കയറി അത് ഇത് പറയുന്നവരും. പിന്നെ നിന്റെ അടുത്ത് കുശുമ്പ് തോന്നാൻ നീ ആരെന്നാ നിന്റെ വിചാരം? എന്തൊക്കെ പറഞ്ഞാലും അഭിമാനവും മറ്റും പ്രൊമോട്ട് ചെയ്തിട്ടല്ലേ ഇപ്പൊ ജീവിക്കുന്നത്. ബാർ ഡാൻസ്, പറി ഡാൻസ്, കുശുമ്പ് തോന്നാൻ കുശുമ്പല്ല കുശു കിട്ടും. അവരവരുടെ കാര്യം ഞാനൊരു കണ്ടണ്ട
ഇവർക്ക് ഈ ബ്ലോഗേഴ്സിനാണെങ്കിലും നെഗറ്റീവ് ബ്ലോഗേഴ്സ് മീൻസ് കുറച്ച് രണ്ട് പേരേ ഉള്ളൂ അറിയാം. നീ ആ പേരിൽ എന്നെ വെച്ചിരിക്കുന്ന 5 പേര് ഞാൻ കാണില്ലേ, ഉറപ്പാതെ എനിക്കറിയാം. ഞാനില്ലാത്ത കഞ്ഞി നിനക്കില്ലല്ലോ, അത് നമുക്കറിയാം. വേറെ ആരൊക്കെ ചെയ്യുന്നവരെ നീ എന്റെ പേരിലാണ് പറയുന്നത്. അതെ അതെ, കാരണം അതിലാണ് ഇത്രയും ഹൈപ്പ് കൊടുത്തത്, വേണ്ടായിരുന്നു. അതാണ് ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ്. സൂപ്പർ. റിയാക്ഷൻ വീഡിയോ ഇടുന്ന അവർക്ക് ഇപ്പൊ ഓരോ ദിവസം കണ്ടിട്ട്, അതായത് ഞാൻ സബിൽ ഇടുന്നുണ്ട്, ഇപ്പൊ ഓരോ ദിവസം കണ്ടിട്ട്. ഇന്ന് ഞാൻ ഒരു പിക്കുന്നതിന് മുന്നേ ഞാൻ സ്റ്റോറി ഇട്ടാൽ ബ്ലോഗേഴ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട്. നീ അതപ്പതിച്ചെന്നല്ലാണ്ട് നിങ്ങൾ പറയാനില്ല. സീരിയസ്ലി നീ ഒന്ന് ആലോചിച്ചു. ഇപ്പൊ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി, ഓക്കെ, എനിക്ക് ഡെയിലി വ്ലോഗ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് ഫോട്ടോസ് അല്ലാത്ത നോർമൽ ഫോട്ടോസ് ഇടാം. പക്ഷേ നീ ഈ ഹോട്ട് പിക്ക് ഇടുന്നു അല്ലെങ്കിൽ ഇങ്ങനത്തെ എക്സ്പോസിംഗ് സാധനങ്ങൾ ഇടുന്നു, നിനക്ക് തന്നെ സ്വയം തൊലിക്കിട്ട് തോന്നുന്നു. നിങ്ങളുടെ കുട്ടികളല്ലേ, ആ കുട്ടി നാളെ എല്ലാം ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള അവസ്ഥയെ പറ്റിയിട്ട് നീ ചിന്തിച്ചിട്ടുണ്ടോ? അതെ അതെ, മാറടം കാണിക്കാതെയും ജീവിക്കാം. പൈസ നീ 1000 കോടി ഉണ്ടാക്കിയാലും നീ പകരം 1 കോടി നീ അധ്വാനിച്ചുണ്ടാക്കിയാൽ, ന്യായമായ രീതിയിൽ അന്തസ്സോടെ അധ്വാനിച്ചുണ്ടാക്കിയാൽ ഈ 1000 കോടിയെക്കാളും ഈ അവരാജുണ്ടാക്കിയ 1000 കോടിയേക്കാളും വലുത് ആ 1 കോടിയായി. മനസ്സിലായി? അത് എത്ര എമൗണ്ടാണ്? ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ആയിരിക്കണം. അല്ലാണ്ട് നമ്മൾ ഈ എന്ത് പേക്കൂത്തും എന്ത് തോന്നിയ ദിവസം കാണിച്ചിട്ട് ഉണ്ടാക്കുന്ന പൈസ നല്ലതൊന്നുമില്ല. നാളെ ഇപ്പൊ തന്നെ മനസ്സിലാക്കുക. നിന്റെ വിവരമില്ലായ്മ സ്കൂളിൽ നിന്ന് വരാത്ത പോലും കണ്ടിട്ടില്ലാത്ത നിന്റെ ഒരു മൈൻഡ് സെറ്റാണ്. അത് കുറച്ച് കാലം കഴിയുമ്പോൾ നിന്റെ മകൻ എന്നോട് ചോദ്യം ചെയ്യുമ്പോൾ നീ അത് മനസ്സിലാക്കും. അല്ലെങ്കിൽ അവൻ ചോദ്യം ചെയ്തില്ലെങ്കിൽ അവൻ നിന്നെക്കാൾ തല്ലിപ്പൊളിയായിട്ട് പോകും. ഏതെങ്കിലും ഒന്നേ സംഭവിക്കുള്ളൂ. അവൻ നല്ലതായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ നിന്റെ ചോദ്യം ചെയ്യും. മറിച്ച് തല്ലിപ്പൊളിയായിട്ട് പോയി കഴിഞ്ഞാൽ ചോദ്യം ചെയ്യില്ല. അവൻ ഈ മൈൻഡ് സെറ്റാണ്. എങ്ങനെ പൈസ ഉണ്ടാക്കാൻ മതിയെന്നാണ് എനിക്കൊന്നും പറയാനില്ല. ആ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാനില്ല. പക്ഷേ ഒരു നല്ല ക്വാളിറ്റിയുള്ള മകനായിട്ട് അവൻ സമൂഹത്തിൽ വളർന്നു വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നിന്നെ ചെയ്യാൻ പറ്റത്തില്ല. നല്ലൊരു ക്വാളിറ്റി ഉള്ള മകനായിട്ട് വളർന്നു വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഞാൻ. അമ്മയെന്ന നിലയിൽ നീ ലിറ്ററലി അല്പ ഫ്ലോപ്പാണ് ഉള്ള കാര്യം പറയാനില്ല. എന്തായാലും കൊള്ളാം. അത് അൾട്ര ഫ്ലോപ്പാണ് എന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഇതേപോലെ തന്നെ ഇതാണെന്ന് തോന്നുന്നു, ഈ ഒരു വീഡിയോയിലാണെന്ന് തോന്നുന്നു. കാരണം എയർപോർട്ടിൽ പോകുമ്പോൾ മക്കളെ പോയിട്ട് വരട്ടെ എന്ന് പറയുമ്പോൾ മൈൻഡ് പോലും വയ്ക്കുന്നില്ല. ഇനി ഇതിന്റെ താഴെ 1-2 കമന്റ്സ് തന്നു കൊടുക്കാം. പൈസ ഉണ്ടാക്കുന്നത് തെറ്റല്ല, മാനം വിറ്റുണ്ടാക്കല് എന്ന് മാത്രം. നല്ല രീതിയിൽ ഉണ്ടാക്കണം. കാരണം എത്രയോ ജോലിയുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ. അതെ, പൈസ ഉണ്ടാക്കുന്നത് തെറ്റൊന്നുമില്ല. പക്ഷെ മാനം വിറ്റുണ്ടാക്കുന്നത് അത്രയ്ക്ക് ഇത്രയേ ഉള്ളൂ. ആ പൈസ കൊണ്ട് നിനക്ക് ജീവിക്കാം. പക്ഷെ നിന്റെ ചുറ്റും നിന്നെ ആശ്രയിച്ച് നിൽക്കുന്ന കുടുംബത്തിനും കൂടി ആ പൈസ ഞാൻ കൊടുക്കുമ്പോൾ അത് നല്ലൊരു പൈസ ആയിട്ട് അവർ കണക്കാക്കത്തില്ല. ഇപ്പൊ ചില ആസ്വദിച്ച് നിൽക്കും. ഒരു പോയിന്റ് കഴിയുമ്പോൾ അവർ നിന്നെ തള്ളിപ്പോയി. അന്ന് നീ എന്റെ വാക്കുകൾ മനസ്സിലാക്കും. അല്ല നീ നശിച്ച് നാളാണത്തായിട്ട് എനിക്ക് തേങ്ങ കിട്ടാനില്ല. മനസ്സിലായ? അന്ന് നീ വാക്കുകൾ മനസ്സിലാക്കും. ഇപ്പൊ നീ ചാടിക്കുള്ളിൽ നടക്കുന്ന നിന്നെ എടുത്ത് ഓർത്ത് വെക്കാനുള്ള ആരും കാണത്തില്ല. അങ്ങനത്തെ ഒരു പോയിന്റ് വരുമ്പോൾ നീ മനസ്സിലാക്കും. ഓക്കെ, എന്തൊക്കെ ചെയ്താലും ഈ വീഡിയോ എങ്ങനെ എനിക്ക് വരുന്നത് അത് എനിക്ക് അറിയില്ലല്ലോ. എനിക്ക് കുറെ അയച്ചും അല്ലെങ്കിൽ എനിക്ക് എങ്ങനെയെങ്കിലും ഇത് കയറി വരും ഫീൽഡിൽ. അതങ്ങനെയാണ്, പറഞ്ഞ കാര്യമൊന്നുമില്ല. ഇനി വേറെ കമന്റ് വാങ്ങിക്കട്ടോ. വാസ്തവികമായിട്ടുള്ള കമന്റാണ്. അവളും ഇത്തിരി ഉളുപ്പ് വേണ്ടേ, അതും കൂടി ഒന്ന് ആലോചിച്ച് നോക്കെന്ന് പറഞ്ഞൊരു കമന്റില് അതിന്റെ താഴെ കമന്റിട്ടുണ്ട്. സത്യം രേണു അതിനെതിരെ ആണ് കൂടുതൽ പറയുന്നത്. വേറെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ പോലും ഈ സെക്കൻഡ് മണ്ടയില്ല, പിന്നെ അവൻ കണ്ടു മിണ്ടാതിരിക്കും. അല്ല പിന്നെ എന്ന് പറഞ്ഞിട്ട് അശ്വതി കമന്റിട്ടുണ്ട്. അതിന് വേറെ കമന്റിട്ടുണ്ട് ഒരു പ്രവീൺ. അവിടെ ഇവനെ ഉളുപ്പെന്ന് പറയാച്ച ഒരു ഉളുപ്പെന്ന് പറഞ്ഞ ഒരു സാധനം വേണ്ടേ, അവന്റെ ഒച്ച ഒരു അവരാധനം, മുഖം കൊണ്ട് ഒരു കോപ്രായവും എന്തോ വലിയ സംഭവമാണെന്ന് വിചാരം, വായ തോന്നാ പറയുന്ന ലാംഗ്വേജ്. എന്റെ ശൈലിയിൽ ഞാൻ പറയുന്നത് അത്രേ ഉള്ളൂ. പ്രവീൺ മേനോട് കാണാൻ പറ്റുന്നില്ലെങ്കിൽ പ്രവീൺ മേനോൻ കാണണ്ട. മനസ്സിലായ? അല്ലാണ്ട് കൂടുതൽ നമുക്ക് കാണിക്കാൻ വേണ്ട. അതുപോലെ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ വീഡിയോയിൽ ഒരു മിസ്റ്റേക്ക് ഒക്കെയാണ്. എനിക്കെതിരെ നിൽക്കുന്ന തന്തയില്ലാത്തുള്ള രീതിയിൽ ഞാൻ അറിയാതെ ഫ്ലോയിൽ ഞാൻ എഡിറ്റിംഗ് മീൻസ് ഒറ്റ സ്ട്രെച്ച് ചെയ്ത വീഡിയോ ആണ്. അതിൽ മിസ്റ്റേക്ക് പറ്റിയതാണ്. സോറി, ആർക്കെങ്കിലും അത് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി. എന്നെ വിമർശിക്കുന്ന എല്ലാവരും തന്തയില്ലാത്തവരെന്ന് പറയുമ്പോൾ അത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇപ്പൊ എന്നെ ഇഷ്ടമില്ലാത്തവർ, എന്നെ വിമർശിക്കുന്നവരും അങ്ങനെയുള്ളവരാണെന്ന് പറയുന്നത് തെറ്റാണ്. അത് എനിക്ക് ഇന്നലെ പറ്റിയൊരു അബദ്ധമാണ്. എന്റെ വായി നിറയായിട്ട് തെറിച്ചു പോയ സാധനമാണ്. ഓക്കെ, അതിൽ ഞാൻ ഏരിക്കുന്നു. അത് കുറച്ച് കമന്റ്സ് ചൂണ്ടി കാണിച്ചിട്ടുണ്ട്. ഇനി ഞാൻ വേറെ വീഡിയോ കേട്ടെ. ഏഷ്യാനെറ്റ് ഇത്രയും തരം താഴ്ന്നു പോയല്ലോ, ഇത്രയും ദാരിദ്ര്യം പിടിച്ചതിനെ വിളിച്ചിട്ട് വന്നല്ലോ ഞാൻ ആലോചിച്ചു. ഇനി അത് പോരാഞ്ഞിട്ട് ഈ രേണു അവിടെ ഒരു സ്ക്രിപ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഇവള് മറ്റേ സുധിച്ചേട്ടന്റെ ട്രോഫി കൊണ്ട് കട്ടിന്റെ അടിയിൽ ഇട്ടിട്ടുള്ള ആ ടീമില്ലേ, അതിനെ തന്നെ ഒന്ന് അവിടെ അഭിനയിച്ച് കാണിക്കുന്നത്. അത്രയ്ക്ക് തരം താഴ്ന്നു പോയല്ലോ നീ ഞാൻ പറയത്തുള്ളൂ. നീ നിന്റെ ഏറ്റവും വലുതാണ് നിന്റെ തുണിയേട്ടൻ കൊണ്ട് വന്നിട്ട് അങ്ങനെ ട്രോഫി അങ്ങനെ കിട്ടിയിട്ടുള്ള അംഗീകാരങ്ങളെല്ലാം നീ കട്ടിന്റെ ചാക്കി കിട്ടി വന്നിട്ട് നിന്റെ നാട്ടിൽ മെച്ചപ്പെട്ട് വെച്ചിരുന്നത് കിച്ചുവിന്റെ വ്ളോഗിൽ പുറത്തുനിന്ന് നാട്ടുകാരുടെ തൂക്കി ഏറി കയറി. ഇപ്പൊ അതിനെ നീ സ്ക്രിപ്റ്റ് ആക്കിയിട്ട് നീ അഭിനയിക്കുകയാണ്. നിനക്ക് ഉൾപ്പുണ്ടോ? ഇല്ലെന്ന് എല്ലാം പറയാം. സോറി, ഇല്ല ചോദിക്കുക. എവിടെയെങ്കിലും ഉൾപ്പിന്റെ അർത്ഥമെങ്കിലും നീ അറിയുന്നത് വളരെ മോശമാണ്, വളരെ മോശം. ഞാൻ വീഡിയോ കൊടുക്കുക. എനിക്ക് കണ്ടത് കുറ്റം തോന്നി. നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചുപോയി, ആ ആളുമായിട്ട് റിലേറ്റഡ് ആ ആളെ കളിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ആ ആളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ നടന്നിട്ട് ആ സിറ്റുവേഷൻ എടുത്തു വെച്ചിട്ട് മറ്റൊരാൾ കളിയാക്കി വീഡിയോ ചെയ്യുന്നത് പോലെയല്ല നമ്മൾ സ്വന്തമായിട്ട് കളിയാക്കി ആ ഒരു സിറ്റുവേഷനെ വളരെ ചിരിക്കാനുള്ള ഒരു വകുപ്പുണ്ടാക്കിയിട്ട് നാട്ടുകാരുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുമ്പോൾ നിന്റെ ക്വാളിറ്റി എത്രത്തോളം മ്ലേച്ഛമാണെന്ന് അവിടെ നിന്ന് എക്സ്പോസ് ആവുകയാണ് കേട്ടോ. എന്തായാലും കൊള്ളാം. സുനിയേട്ട എന്ന് വിളിക്കുന്ന ഇവളുടെ തനി ഗുണമാണ് ഇവിടെ നാട്ടുകാർ മനസ്സിലാക്കുന്നത്. ഞാൻ അറിഞ്ഞ കാര്യങ്ങളാണ്. ഇവൾ എത്രത്തോളം ആ വ്യക്തിക്ക് വില കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഞാൻ പറയുമ്പോൾ എന്നെ എല്ലാം കൂടി ചെളിവാരി അറിയാൻ നിൽക്കും. മനസ്സിലാക്കുക. എന്തായാലും ആ സ്കിറ്റ് ഒന്ന് കാണാം. ഓക്കെ, ഓ മറ്റേതാ വളരെ നശിപ്പിച്ച് കളയുന്നത് കട്ടിന്റെ അടി വിജ്ഞാന ഓർമ്മ മനസ്സിലായില്ലേ? അത് തന്നെ. അതായത് അന്ന് ഇവള് പറഞ്ഞു ഫലിപ്പിച്ചത് മറ്റേ കൊച്ചു പയ്യൻ ഇതെല്ലാം നശിപ്പിക്കുമെന്ന് പറഞ്ഞാണ് ചാക്കി കെട്ടി അടിയിലിട്ടത്. എന്നാൽ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, നിന്റെ വീട്ടിൽ സ്വർണവും പണമൊക്കെ നീ എങ്ങനെ ചാക്കി കെട്ടി കട്ടിന്റെ അടിയിടും? ഇല്ലല്ലോ, അലമരക്കത്തല്ലേ വെക്കത്തുള്ളൂ. അതെന്തുകൊണ്ട്? അതിനാ വാല്യൂ ഉണ്ട്. അതിനാ വാല്യൂ നീ കൊടുക്കും. ആ സ്ഥിതിക്ക് നീ അത് അലമരക്കത്ത വെക്കത്തുള്ളൂ. ഇവക്ക് 2 കിട്ടി, അത് കണ്ട് കൊച്ചുങ്ങളുടെ അടുത്ത് കളിക്കൂലായിരിക്കും. അത് കണ്ട് വെക്കാൻ ടീപ്പരവർത്ത്. ഇതിന് നീ ഇത്ര വാല്യൂ കൊടുക്കുന്നു. അതുകൊണ്ടാണ് ചാക്കി കെട്ടി കട്ടിന്റെ എന്നിട്ട് അന്ന് കിടന്ന് ന്യായീകരിച്ച് മെഴുകി കൊച്ചു പിള്ളേർ നശിപ്പിക്കാതെ ചാക്കി കെട്ടി കട്ടിന്റെ എന്നിട്ട് അതേ കൊച്ചു പയ്യനാണ് ഇത് കട്ടിന്റെ അടി വലിച്ചെടുത്ത് പുറത്തിട്ട് കാണിച്ചു കൊടുക്കുന്നത്. ഏത്? അതാണ്
അതാണ് ദൈവത്തിന്റെ കരങ്ങളെന്ന് പറയുന്നത്. നീ എത്രത്തോളം ഫ്രോഡാണെന്ന് എത്രത്തോളം ഉടായ്പാണെന്ന് അവിടെ നിന്ന് നല്ലോണം വ്യക്തമാണ്. കാരണം മെഴുകരുത്, കണ്ടിട്ട് നമ്മൾ പോകാൻ കേട്ടാ. ഞാൻ ചാക്കിനകത്താക്കി കട്ടിന്റെ അടിയിൽ സൂക്ഷിച്ചു വെച്ചേക്കുമായിരുന്നു. ഓപ്പാണ്. അതെ, എല്ലാവരുടെയായിട്ട് ഞാൻ ഒരു കാര്യം പറയാം. ഒറ്റ ഒരുത്തം പോലും ഇവിടെ നിൽക്കരുത്. എല്ലാവരും പിരിഞ്ഞു പോകണം. പൊക്കോ. എടാ പോകാനാണ് പറഞ്ഞത്, സമയമായെന്ന്. കൊച്ചു ഇവിടെ കിടന്ന് കറങ്ങാതെ പോ. അതിന് ഞാനിപ്പോ ഇവിടെ വന്നതല്ലേ ഉള്ളൂ. അതിന് മുമ്പ് പോകാൻ പറഞ്ഞാൽ അങ്ങനെ ശരിയാവും? അല്ല, സാധാരണ ഇങ്ങ് വന്നു കഴിഞ്ഞാൽ പോവാറില്ല. അത് ശരിയാ, അത് ശരിയാ. അവിടെ തന്നെ പെറ്റി കിടക്കാം. ആ എന്തായാലും ചാക്കി കിട്ടിയ കേസ് കണ്ടല്ലോ, അതിനൊക്കെ ഒരു സ്ക്രിപ്റ്റ് ആക്കിയിട്ട് അഭിനയിച്ച് കാണിച്ച് വീണ്ടും ഒരു കോമഡി ആക്കി. എങ്ങനെ തോന്നുന്നത് എനിക്ക്? നീ റിയൽ ആയിട്ട് വ്യക്തി സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആൾ മരണപ്പെട്ട് പോയി കഴിഞ്ഞാൽ അയാളുടെ ലൈഫിലെ കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ പിന്നെ നടക്കും. അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടപ്പെട്ട സാധനങ്ങൾ നിങ്ങൾ ഏറ്റവും നല്ല അതായത് സ്ഥലത്ത് സൂക്ഷിച്ച് വെക്കുകയല്ലേ ചെയ്യും. അല്ലാണ്ട് ഇങ്ങനെ അത് നമ്മൾ ഇഷ്ടപ്പെടണം. ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ അങ്ങനെയൊക്കെ നമ്മൾ സൂക്ഷിച്ചു വെക്കത്തുള്ളൂ. അങ്ങനെ നമ്മൾ കാണിക്കാതിരിക്കും. ഇതങ്ങനെ അല്ലാന്ന് തോന്നുന്നു. ഇത് കട്ടിന്റെ അടി കിട്ടും. ഒരു ചോദ്യമാണ്, നമ്മൾ ചോദിക്കുമ്പോൾ ചിലപ്പോൾ പറയാൻ പിടിക്കത്തില്ല. അവിടെ നിന്ന് മെഴുകാറില്ലേ പതിവ്? സാറേ, ഇവിടെ സീരിയൽ കലോത്സവം നടന്നുകൊണ്ടിരിക്കുക. അത് മാത്രമല്ല, വസീകര പോലത്തെ വേറൊരു പാട്ട് ഞാൻ പ്ലാൻ ചെയ്ത് വന്നിട്ടുണ്ട്. നോക്കി എനിക്കിത് താങ്ങാനുള്ള ആമ്പിയല്ലേ? അതൊന്നും പറഞ്ഞില്ല. ഇറങ്ങാൻ നോക്ക്. സമയം കുറഞ്ഞ സാർ പറഞ്ഞല്ലോ. മണി പറഞ്ഞില്ല സാറേ. രാത്രി 10 വരെ മൈക്കോടല്ലേ? പിന്നെ സാറേ ഇത് മൈക്കോടന്റെ വിഷയമല്ല. വൈകുന്നേരം 6 മുതൽ രാത്രി 11 മണി വരെ ഏഷ്യാനെറ്റിൽ മെഗാ ഹിറ്റ് പരമ്പരകൾ. ഓക്കെ, സീരിയൽ കേസൊക്കെയാണ് പറഞ്ഞു പോകുന്നത്. എന്തായാലും കൊള്ളാം. ഇതൊക്കെയാണ് സംഭവം. ഇതിപ്പോ നേരെ അങ്ങോട്ട് പോയിട്ടുണ്ടല്ലോ. എവിടെ? ദുബായിലോട്ട്. ചെമ്പരത്തി റെസ്റ്റോറന്റ് ബാറിൽ ആഘോഷങ്ങൾ അതും ഇറങ്ങിയോ? തുടങ്ങി എന്ന് പറഞ്ഞിക്കൊണ്ട് ചെമ്പരത്തി പൂവും വെച്ചിട്ട് ഒരു ബാർ തുടങ്ങിയിട്ടുണ്ട്. ആ ബാറിൽ ഇവിടെ നാസുവിന്റെ അടുത്ത ചാവലിങ്ങൾ കാണാം. ഇത് വന്നിട്ട് വിറയിലാണോ തോന്നുന്നു. സ്വയം തറപ്പറ്റി തരം താഴ്ന്നു പോകുന്ന ടീമുകളാണ്. എന്റെ പൊന്നടാവേ, ഒന്നും പറയാനില്ല. നടക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്. എല്ലാം നല്ലതിന്, എല്ലാം സുനിയേട്ടന് വേണ്ടിയിട്ട്. ഈ അതെ, എല്ലാരും സപ്പോർട്ട് ചെയ്ത് കയറ്റി കൊടുക്കുക. ഇനിയും സുനിയേട്ടന് വേണ്ടിയെന്ന് കാണിക്കുന്നതും ഈ ചെയ്യുന്നതും എല്ലാം നമ്മുടെ സ്വന്തം സുനിയേട്ടന് വേണ്ടിയിട്ട്. ജനാസുനിയുടെ സ്വന്തം സുനിയേട്ടന് വേണ്ടിയിട്ടാണ് ജനാസുന ഇമാതി കോപ്പായങ്ങൾ പേക്കൂത്തുകൾ കാണിച്ചു കൊടുക്കുന്നത്. കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല. എന്തായാലും കൊള്ളാം. ട്രോഫിയുടെ കേസ് കണ്ടല്ലോ. ആ ഒരു സംഭവത്തിനെയൊക്കെ എങ്ങനെയോടോ സോ വീഡിയോ ഇത്രയേ ഉള്ളൂ. സംഭവം ബാർ ഡാൻസ്, ചെമ്പരത്തി പറി എന്തൊക്കെയോ പറയുന്നുണ്ട്. ഓക്കെ, സോ അടുത്ത് ട്രോഫി എടുത്തു വെച്ചിട്ട്, അതായത് ട്രോഫി എടുത്തു വെച്ചെന്നല്ല, ആ ഒരു പണ്ട് നടന്ന ഒരു സീരിയസ് മാറ്ററിനെ ഒരു കോമഡി രൂപത്തിലെടുത്ത് ചളിയാക്കി കളയുന്നു. കൊള്ളാം, നല്ലതാണ്. സോ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നെക്സ്റ്റ് ഇതിൽ മികച്ച നല്ലൊരു വീഡിയോ ആയി കാണുന്നവരേക്കും ബൈ ബൈ ഗൈസ്.